എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുതലാളി? ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. എന്നാണ്ട് വിശേഷം? മഴയില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? മഴയെത്തും മുൻപേ എന്തെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചാലോ? നോക്കാം. ഞാൻ എന്റെ പ്രേക്ഷകരോട് എന്നാ പറഞ്ഞെന്നറിയോ ശ്രീനേട്ടന്? ഇന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ശ്രീനേട്ടനോട് വർത്താനം പറയാൻ പറ്റി, പ്രേക്ഷകരുടെ ഇടയിൽ ഒരു എന്താ പറയാ സ്ഥാനം നേടാൻ പറ്റി, അവരുടെ ഒരു ഇഷ്ടം നേടാൻ പറ്റിയത് ശ്രീനേട്ടൻ എന്ന് പറഞ്ഞൊരൊറ്റ വ്യക്തി കാരണം. എന്താ അറിയോ, എനിക്കൊരു സിനിമ എഴുതി തന്നില്ലേ മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞിട്ട്, അതിനകത്തെ ക്യാരക്ടർ എനിക്ക് വേണ്ടി എഴുതുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവം നിശ്ചയല്ലേ ഞാനത് ചെയ്തത്. പക്ഷെ എന്ത് നല്ല ക്യാരക്ടർ ആയിരുന്നു അറിയാം ശ്രീനേട്ട. അതിന് സ്പെഷ്യൽ താങ്ക്സ്. ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടോ ശ്രീനേട്ടൻ? ഞാൻ എഴുതാം, പക്ഷെ ഷാജി കൈലാസിന്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കേണ്ട റോള് ഷാജി കൂടുതലും പുളിയുടെ വേദന അറിഞ്ഞിട്ടുള്ള കല്ലുകൾ മാത്രമേ പിന്നീട് സുന്ദരങ്ങളായ ശില്പങ്ങളായിട്ടുള്ളൂ. വേദനകളെയും കഷ്ടപ്പാടുകളെയും ക്ഷമയോടെ അതിജീവിച്ചവർ മാത്രമേ ജീവിതത്തിന്റെ മനോഹാരിതയും സുഖവും അനുഭവിക്കൂ. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ. നീലപ്പീലിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി. നീലപ്പീലിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സ്വന്തം. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം, ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെ. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻകുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിന്ന് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. Download ShareChat. എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ? ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം, അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്,
വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വെക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വെക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകൾ ഉണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്ററെ കൊണ്ടും പറ്റില്ല. എടാ വിജയ, എന്താടാ ദാസ? ഒരു മുത്തം തരാൻ പാടില്ല അതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണ കള്ളപ്പന്നി. ഒത്തിരി ദൂരം പോണോ? അടുത്താ ഒപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല, ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. താനേ സൈക്കിളിൽ കിട്ടിയാ മതി. അല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടാ? കായംകുളത്താ. പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ, ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സൈക്കിളെ വിട്ടോ.